ഇന്ന് നമ്മൾ കാണുന്ന പേർഷ്യൻ ഗൾഫും ഇറാനിലെ വിശാലമായ മരുഭൂമികളും വെറുമൊരു മണൽപ്പരപ്പല്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളുടെയും ജൈവ പ്രക്രിയകളുടെയും ഫലമായി രൂപപ്പെട്ട ഒരു വലിയ നിധിശേഖരത്തിന് മുകളിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ എണ്ണയുടെ കഥ ആരംഭിക്കുന്നത് ഇന്നത്തെ മണൽക്കുന്നുകളിൽ നിന്നല്ല, മറിച്ച് പുരാതനമായ ഒരു സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നാണ്. ഏകദേശം 250 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ഭൂഖണ്ഡങ്ങൾ ഇന്നത്തെ രൂപത്തിലായിരുന്നില്ല. തെറ്റിസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ സമുദ്രം ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് മേഖലയെ പൂർണ്ണമായി മൂടിയിരുന്നു. ഈ സമുദ്രത്തിലെ താപനിലയും ലവണാംശവും പ്ലാങ്ക്ടനുകൾ, ആൽഗകൾ തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്ക് അങ്ങേയറ്റം അനുകൂലമായിരുന്നു. കോടിക്കണക്കിന് വരുന്ന ഈ സൂക്ഷ്മജീവികൾ ചത്തുപോകുമ്പോൾ അവ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് അടിഞ്ഞുകൂടുന്നു. സാധാരണഗതിയിൽ ജൈവാവശിഷ്ടങ്ങൾ ചീഞ്ഞഴുകി ഇല്ലാതാകാറാണ് പതിവ്. എന്നാൽ തെറ്റിസ് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും വിഘടിക്കപ്പെട്ടില്ല. പകരം അവ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ചെളിയുമായി കലർന്ന് ഓർഗാനിക് റിച്ച് സെഡിമെന്റുകൾ അഥവാ ജൈവ സമ്പുഷ്ടമായ പാളികളായി മാറി. കാലങ്ങൾ കടന്നുപോയപ്പോൾ ഈ പാളികൾക്ക് മുകളിൽ മണലും കളിമണ്ണും ധാതുക്കളും അടിഞ്ഞുകൂടി. ഈ പ്രക്രിയ ലക്ഷക്കണക്കിന് വർഷങ്ങൾ തുടർന്നു. മുകളിൽ നിന്നുള്ള ഈ ഭാരത്താൽ അടിയിലുള്ള പാളികളിൽ കടുത്ത സമ്മർദ്ദം അനുഭവപ്പെട്ടു. അതോടൊപ്പം ഭൂമിയുടെ ആന്തരിക ഭാഗത്തു നിന്നുള്ള ചൂടും ഇവയെ സ്വാധീനിച്ചു. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഏതാണ്ട് 2 മുതൽ 4 കിലോമീറ്റർ വരെ ആഴത്തിൽ 60 ഡിഗ്രി മുതൽ 120 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ ഈ ജൈവ അവശിഷ്ടങ്ങൾ ഒരു രാസമാറ്റത്തിന് വിധേയമാകുന്നു. ഇതിനെ ഓയിൽ വിൻഡോ എന്നാണ് ഭൗമശാസ്ത്രജ്ഞർ വിളിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് സങ്കീർണമായ ജൈവ തന്മാത്രകൾ ഹൈഡ്രോ കാർബണുകളായി മാറുന്നത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ക്രൂഡ് ഓയിൽ രൂപപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. ഇനി നമുക്ക് ഇറാനിലേക്കും പേർഷ്യൻ ഗൾഫിലേക്കും വരാം. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇവിടെ മാത്രം ഇത്രയധികം എണ്ണ കേന്ദ്രീകരിക്കപ്പെട്ടത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. മികച്ച സോഴ്സ് റോക്ക്, ഉയർന്ന പോറോസിറ്റി ഉള്ള സ്റ്റോറേജ് പാറകൾ, പിന്നെ ഇവയെ തടഞ്ഞു നിർത്തുന്ന ക്യാപ് റോക്കുകൾ. അറേബ്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള നിരന്തരമായ കൂട്ടിയിടി ഈ മേഖലയിലെ ഭൂപ്രകൃതിയെ സവിശേഷമാക്കി. ഈ കൂട്ടിയിടിയുടെ ഫലമായാണ് ഇറാനിലെ സാഗ്രോസ് പർവ്വതനിരകൾ രൂപപ്പെട്ടത്. ഈ ഭൂമിശാസ്ത്രപരമായ ചലനങ്ങൾ ഭൂമിക്കടിയിലെ പാറകളെ വളയ്ക്കുകയും വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇത് എണ്ണയ്ക്ക് മുകളിലേക്ക് സഞ്ചരിക്കാനുള്ള വഴിയൊരുക്കി. എന്നാൽ ഈ എണ്ണ ഉപരിതലത്തിലേക്ക് വന്ന് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ പ്രകൃതി തന്നെ വലിയൊരു സംവിധാനമൊരുക്കിയിരുന്നു. കടുപ്പമേറിയ ഉപ്പും കളിമണ്ണും ചേർന്ന പാളികൾ ഒരു മൂടി പോലെ പ്രവർത്തിച്ച് ഈ എണ്ണയെ ഭൂമിക്കടിയിൽ തളച്ചിട്ടു. ഇതിനെയാണ് നമ്മൾ ഓയിൽ ട്രാപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഓയിൽ ട്രാപ്പുകൾ പല തരത്തിലുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ പാറകൾ മുകളിലേക്ക് വളഞ്ഞ് ആന്റിക്ലൈൻ രൂപം സ്വീകരിക്കുന്നു. ഇത്തരത്തിലുള്ള വളഞ്ഞ പാറകളുടെ മുകളിലത്തെ ഭാഗത്താണ് ഭാരം കുറഞ്ഞ എണ്ണയും വാതകവും അടിഞ്ഞുകൂടുന്നത്. മറ്റു ചില പ്രദേശങ്ങളിൽ ഭൂകമ്പ ചലനങ്ങൾ മൂലമുണ്ടാകുന്ന വിള്ളലുകൾ ഫോൾട്ട് ട്രാപ്പുകൾ സൃഷ്ടിക്കുന്നു. ഇവിടെ ഒരു പാറപ്പാളി മറ്റൊന്നിന്മേൽ നീങ്ങുമ്പോൾ എണ്ണ സഞ്ചരിച്ചെത്തിയ ശേഷം കടന്നു പോകാൻ വഴിയില്ലാതെ കുടുങ്ങിപ്പോകുന്നു. ഇതുകൂടാതെ ഉപ്പുപാളികൾ മുകളിലേക്ക് തള്ളിക്കയറുമ്പോൾ രൂപപ്പെടുന്ന സോൾട്ട് ഡോം ട്രാപ്പുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ്. ഈ എല്ലാ ഘടനകളും ചേർന്ന് ഭൂമിക്കടിയിൽ വൻ പ്രകൃതിദത്ത സംഭരണികൾ ഉണ്ടാക്കി. ഇറാനിലെ ഖുസേസ്താൻ പ്രവിശ്യയും പേർഷ്യൻ ഗൾഫിന്റെ അടിത്തട്ടും ഇത്തരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ട്രാപ്പുകളാൽ സമ്പന്നമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ പര്യവേഷണം എളുപ്പമാകുന്നതിന്റെ മറ്റൊരു കാരണം ഇവിടുത്തെ എണ്ണ നിക്ഷേപങ്ങൾ താരതമ്യേന കുറഞ്ഞ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. പ്രകൃതിദത്തമായ ഈ സംഭരണികൾ വളരെ വിശാലമായതുകൊണ്ട് തന്നെ ഒറ്റ കിണറിൽ നിന്ന് മാത്രം വലിയ അളവിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ഇവിടുത്തെ രാജ്യങ്ങൾക്ക് സാധിക്കുന്നു. ചരിത്രപരമായി നോക്കിയാൽ 1908 ഇറാനിലെ മസ്ജിദ് സുലൈമാനിലാണ് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ വലിയ എണ്ണ നിക്ഷേപം കണ്ടെത്തുന്നത്. ഇത് ലോക ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും മാറ്റിമറിച്ചു. തുടർന്നുള്ള ദശകങ്ങളിൽ കുവൈറ്റ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലും വലിയ തോതിൽ നിക്ഷേപങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഇന്ന് ലോകത്തിലെ തെളിയിക്കപ്പെട്ട എണ്ണ നിക്ഷേപത്തിന്റെ പകുതിയോളം ഈ ചെറിയ ഭൂപ്രദേശത്താണെന്നത് ഭൂമിശാസ്ത്രപരമായ ഈ അത്ഭുതത്തിന്റെ സാക്ഷ്യപത്രമാണ്. ചുരുക്കത്തിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന സമുദ്രജീവികളുടെ സാന്നിധ്യം, കൃത്യമായ താപനിലയും സമ്മർദ്ദവും, ഭൂഖണ്ഡങ്ങളുടെ ചലനം വഴി രൂപപ്പെട്ട പാളികൾ എന്നിവയുടെ ഒരു അപൂർവ സംഗമമാണ് മിഡിൽ ഈസ്റ്റിനെ കറുത്ത സ്വർണത്തിന്റെ നാടാക്കി മാറ്റിയത്. വെറുമൊരു സാമ്പത്തിക സ്രോതസ് എന്നതിലുപരി ഭൂമിയുടെ ചരിത്രപരമായ പരിണാമത്തിന്റെ ഒരു സുപ്രധാന അധ്യായം കൂടിയാണ് ഈ എണ്ണ നിക്ഷേപങ്ങൾ.